പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും എൻ കൂടെയിരിക്കും നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ഈ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശു കർത്താവ് തന്ന വാഗ്ദത്തമാണ് പിതാവിനോട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക എന്നത്. മറ്റൊരു കാര്യസ്ഥൻ, ഒരു കംഫോർട്ടർ, അനദർ കംഫോർട്ടർ എന്നാണ്. ഒരു പകരം ഒരു ആശ്വാസദായകനെ, വഴികാട്ടുന്ന ഒരാളെ നമ്മുടെ കൂടെ ദൈവം തരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ജീവൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇനിയും പുത്രന്മാരാന്ന് പറയുന്നത്. യേശുവിനെ കൈക്കൊള്ളുമ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. അതുപോലെ ജീവൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് നാം മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത്. കാര്യം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേൽ വരുന്ന ആത്മാവ് ജീവൻ്റെ ആത്മാവാണ്. അപ്പോൾ തന്നെ നാം പാപം ചെയ്തെങ്കിലും കൃപയിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിക്കുന്നത് കൃപയുടെ ആത്മാവാണിത്. നമ്മെ പാപിയായി സ്വർഗം കാണാത്തത് ഈ ആത്മാവുള്ളതുകൊണ്ട്. അപ്പം തന്നെ ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതിന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോരുത്. നമുക്ക് ബൈബിളിൽ ലഭിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലുത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പുത്രനെ തന്നതിന് ശേഷം പിന്നെ പിതാവ് തരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. അപ്പോൾ പുത്രൻ എവിടെയാണ്? 1 യോഹന്നാൻ 2:1 പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു. പാപം ചെയ്യരുത് ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത്. എന്നിട്ട് പറയാണ്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നീ പാപം ചെയ്തുവെങ്കിലോ എന്താ സംഭവിക്കുന്നത്? നീതിമാനായ
യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, ഒരു കംഫോർട്ടർ, ഒരാശ്വാസദായകൻ നമുക്ക് വേണ്ടി എവിടെയുണ്ട്? ഒരു വഴികാട്ടി എവിടെയുണ്ട്? പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നിൽക്കുകയാണ്, തൻ്റെ രക്തവുമായി ഇരിക്കുകയാണ്. യേശു ക്രിസ്തു അല്ല നമ്മുടെ അരികിൽ, നിങ്ങളുടെ അരികിൽ ഇപ്പം നിൽക്കുന്നത് ആരാണ്? അത് പരിശുദ്ധാത്മാവാണ്. അത് അനദർ കംഫോർട്ട്. അതാണ് യേശു പിതാവിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. യോഹന്നാൻ 14:18 പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ പോവും, ഞാൻ പിതാവിൻ്റെ അടുത്തിരിക്കും, നിങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതിയെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്, പക്ഷെ നിങ്ങളെ വെറുതെ വിടത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ബൈബിളിൽ അനേകം വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാണെന്ന് ചോദിച്ചാൽ, പുത്രനെ തന്നതിന് ശേഷം ദൈവം തരുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളെ സഭയോട് ചേർത്ത് ദൈവസഭയോട് ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മുടെ കണ്ണുകളെ തുറന്നത്, കാതുകളെ തുറന്നത്. നമുക്ക് യേശുവിനെ സ്വീകരിക്കാനുള്ള കൃപ തന്നത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. സകല സത്യത്തിലും വഴി നടത്തും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേട്ടാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ? കേൾക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് കേൾക്കാതെ? ശമൂവേൽ ബാലൻ മാത്രം, അന്ന് ഏലി പുരോഹിതൻ്റെ കാലഘട്ടത്തിൽ ശമൂവേൽ ബാലൻ മാത്രം എങ്ങനെ ദൈവശബ്ദം കേട്ടു? മറ്റനേകർ കേട്ടില്ലല്ലോ ദൈവശബ്ദം. പക്ഷേ ഏലി പുരോഹിതൻ എൻ്റെ അന്യത്തിലായിരിക്കുമ്പോഴും ശമൂവേൽ ബാലൻ കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവം ശബ്ദിക്കുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. അനേക ശബ്ദങ്ങളുടെ, മാധ്യമങ്ങളുടെയും വാർത്തകളുടെയും രാഷ്ട്രീയ വാർത്തകളുടെയും ഒക്കെ നടുവിൽ നാം ഈ ദൈവശബ്ദം കേൾക്കാതെ പോകുന്നു എന്നുള്ള സത്യം. ഇന്നു പകലും ഈ വചനം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പമായി ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ പാപത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവമക്കളായി ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ ജീവിതം നമുക്ക് നയിക്കാം. നമ്മളെ ആരെയും പാവകളായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, പകരം നമുക്ക് ഇച്ഛാശക്തിയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. അപ്പം നമുക്ക് തീരുമാനിക്കാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കണോ വേണ്ടയോ എന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. തിരുവചനം, ദൈവത്തിൻ്റെ തിരുവചനം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വാക്കുകളാണ്. പരിശുദ്ധാത്മാവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള വാക്കുകളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം, 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. യേശു കർത്താവ് പറയാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അവനെ അയക്കും. യേശു പിതാവിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് കാര്യസ്ഥൻ നമ്മുടെ അടുത്തിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹം അനുഭവിക്കുന്നത്. എന്നിട്ട് പറയണം 12-13 വാക്യങ്ങൾ പറയണം, ഇനിയും പലതും നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഇപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് സകലതും നമ്മളെ ഉപദേശിക്കും. പക്ഷേ നമ്മൾ ശബ്ദം കേൾക്കണം, അതിനുവേണ്ടി കാതുകളെ കൂർപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവിന് നമ്മളോട് ചില ലിസ്റ്റും പല കാര്യങ്ങളും പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റാതെ പോവുകയാണ്. നമ്മുടെ ലിസ്റ്റ് കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ
പരിശുദ്ധാത്മാവിന് ചിലത് നമ്മളോട് സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ നിൻ്റെ ഈ പ്രാർത്ഥന നിർത്ത്. എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹം പിന്നെ കേൾക്കുന്നത് ഇന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. 2 പേരുടെ പേര് കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ ചെല്ലുമ്പോൾ കാണുന്ന ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ 2 പേര് തമ്മി കുത്തി മരിക്കാൻ തുടങ്ങുകയാണ്. ഇദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോയി അവർ വിടുതലാകുകയാണ്. ഇന്ന് തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും തീരത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടി കർത്താവ് എല്ലാം കരുതിയിട്ടുണ്ട്, അതൊന്ന് ഓർത്താൽ മതി. യേശുവിനോടുകൂടെ സകലവും നൽകാമെന്ന് പറഞ്ഞവൻ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് എന്നിട്ട് പറയാണ്, ഇത് യേശുക്രിസ്തു സമാധാനം തരുന്ന ഭാഗം പറഞ്ഞിട്ടാണ്, അതിന് തൊട്ട് മുമ്പാണ് പറയുന്നത്, എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ നിങ്ങളെ സകല സത്യത്തിലും ഉപദേശിച്ച് വഴി നടത്തും. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് ആ സമാധാനത്തെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ചാൽ സമാധാനകരമായ ജയകരമായ ഒരു ജീവിതം നമുക്ക് നടത്താൻ കഴിയും. 1 കൊരിന്ത്യരിൽ അതിൻ്റെ 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയാം, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് നാം പ്രാപിച്ചേക്കുന്നത്, ലോകത്തിൻ്റെ ആത്മാവല്ല. അത് മനുഷ്യരുടെ ജ്ഞാനം ഉപദേശിക്കുന്ന വചനത്താലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനത്താൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ആലോചന കൈക്കൊള്ളുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കൈക്കൊള്ളേണ്ടവരാണ്. ആ ദൈവശബ്ദം കേൾക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ പുത്രനെ തന്നതിനായി സ്തോത്രം. പുത്രൻ ആ പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുമ്പോൾ തന്നെ പുത്രൻ്റെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഇന്ന് കാര്യസ്ഥനായി തന്നതിനായി സ്തോത്രം. ഞങ്ങളെ താഴ്ത്തി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണം. ഇതെന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദൈവശബ്ദം കേൾക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുനനാമത്തിൽ പിതാവേ ആമേൻ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ.